കഴിഞ്ഞ ദിവസം നമ്മൾ 36 മണിക്കൂർ ആ കുഞ്ഞിൻ്റെ പിന്നാലെയായിരുന്നു. ഒടുവിൽ അവളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാത്രിയിലുണ്ടായ സന്തോഷം അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ച് അനുഭവിച്ചതുമാണ്. അസമിൽ തിരികെ പോയി പഠിക്കണമെന്നാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടി ഇപ്പോൾ പറയുന്നത്. അമ്മയോടൊപ്പം നിൽക്കാൻ അവൾക്കൊട്ടും താല്പര്യമില്ല. അസമിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട്, അവർ തന്നെ പഠിപ്പിക്കും. ഇതാണ് ആ കുഞ്ഞ് മലയാളി സമാജം പ്രവർത്തകരോട് വിശാഖപട്ടണത്ത് വെച്ച് പറഞ്ഞത്. വിശാഖപട്ടണത്തെ CWC കേന്ദ്രത്തിലാണ് കുഞ്ഞിപ്പോഴുള്ളത്. കുട്ടിയെ തിരികെ എത്തിക്കാൻ കഴക്കൂട്ടം പ്രിൻസിപ്പൽ SIയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം വിശാഖപട്ടണത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി എത്തിയ ശേഷം കുടുംബം അസമിലേക്ക് മടങ്ങും എന്നാണ് മാതാപിതാക്കൾ കഴക്കൂട്ടത്ത് നടത്തിയ പ്രതികരണം. अच्छा लगा, फुर्ती लगा. इधर का पुलिस मीडिया लोग है, सब लोग है इधर के पब्लिक लोग सब अच्छा है. ज़्यादा हेल्प किया, सब ज़्यादा हेल्प किया लेकिन मेरा बच्चा तो मिल गया. इसलिए मैं केरलियन आदमी को बहुत धन्यवाद है. थैंक यू. अच्छा है तो मेरा बेटी मिल गया. पुलिस बोल रहे लेके आएगा, आज लेके आएगा. वो बोला आज कुछ नहीं. गुस्सा चोट क्यों गया और मैं पूछा अम्मा तुम डट रहे हो इसलिए, और कुछ नहीं. मेरा मतलब है मैं जाएगा गाँव चले जाएगा. असम वापस जाएगा? कब? बच्चा मिलने के बाद. दोबारा ऐसा गलती करेगा तो कहाँ ढूंढूँ. अब साथ है तो मिल गया, अब ढूंढेगा तो मिलेगा कहीं नहीं मिलेगा. और मेरा बॉय है. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉമേഷ്, തിരുവനന്തപുരത്ത് നിന്ന് ആ കുഞ്ഞിനെ തേടി ആ കുഞ്ഞ് പോയ അതേ ട്രെയിനിൽ കയറി കന്യാകുമാരിയിൽ പോയി ഇറങ്ങിയ ആളാണ് ഉമേഷ് ബാലകൃഷ്ണൻ. ഇപ്പോൾ ആ കുഞ്ഞ് ആ വഴി സ്വീകരിച്ചത് എന്തിനാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. മലയാളി സമാജം പ്രവർത്തകരോട് അവൾ തുറന്നു പറയുകയാണ്, എനിക്ക് പഠിക്കണം, വീട്ടിൽ നിന്നാൽ വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ ചെയ്യണം, അച്ഛനും അമ്മയും ജോലിക്ക് പോകും, അത് കഴിഞ്ഞ് താഴെയുള്ള കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടിലിരിക്കാനാണ് എന്നോട് അമ്മ പറയുന്നത്, അതനുസരിക്കാതിരിക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കുഞ്ഞ് പറയുമ്പോൾ ആ കുഞ്ഞിന് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹം എന്നതുകൂടി അവൾ പറയുകയല്ലേ. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ വിശാഖപട്ടണത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? എപ്പോഴായിരിക്കും അവളെ നാട്ടിലേക്ക് കൊണ്ടുവരിക? വിശാഖപട്ടണം CWCയുടെ സംരക്ഷണത്തിലാണ് കുട്ടി ഇപ്പോൾ. കഴിഞ്ഞ ദിവസം കുട്ടിയെ രക്ഷപ്പെടുത്തിയ മലയാളി സമാജം പ്രവർത്തകർ ഇന്ന് പ്രത്യേക പെർമിഷൻ എടുത്ത് കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ടപ്പോഴാണ് കുട്ടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കുട്ടി കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയ മലയാളി സമാജം പ്രവർത്തകരോട് പറഞ്ഞത് തനിക്ക് ഇനി കേരളത്തിലേക്ക് വരാൻ താല്പര്യമില്ല, തനിക്ക് ആസാമിലേക്ക് പോകണം, അസാമിൽ തൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയുമുണ്ട്, അവർ തന്നെ സംരക്ഷിച്ചോളും, അവിടെ പോയി തനിക്ക് പഠിക്കണം, പഠിക്കാനാണ് ഇഷ്ടം, കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ കൂടുതൽ വീട്ടുജോലികൾ ചെയ്യേണ്ടി വരും, കൂടാതെ ഇത്തരത്തിൽ അത് വിസമ്മതിച്ചാൽ അതിന് മർദ്ദനം ഏൽക്കേണ്ടി വരും, അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് തിരികെ വരാൻ താല്പര്യമില്ല, താൻ ഇത്തരത്തിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയതിൽ തനിക്ക് വിഷമമില്ല, താൻ ബോധപൂർവം തന്നെയാണ്, അതായത് ഒരു പെട്ടെന്നുള്ള ഒരു വികാരത്തിൻ്റെ ഭാഗമായി ഇറങ്ങിപ്പോയതല്ല, കൃത്യമായി ആലോചിച്ച ശേഷം തനിക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ നിന്നാൽ കഴിയില്ല എന്ന് ഒരുപക്ഷെ ഒന്നിലധികം ദിവസം ഇരുന്ന് ആലോചിച്ച ശേഷമായിരിക്കും അത്തരത്തിൽ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയതിൽ തനിക്ക് വിഷമമില്ല, ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത് തന്നെയാണ്. പക്ഷേ തനിക്ക് പഠിക്കണം, അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പോയാൽ അത് നടക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് ഈ സ്ഥലത്തെ തൊട്ട് സമീപത്തെ ആളുകളോടെല്ലാം സംസാരിച്ചപ്പോൾ കുട്ടിക്ക് ഈ അസമി ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും സംസാരിക്കാൻ അറിയില്ല. ഹിന്ദി വായിക്കാൻ അറിയാം, ഹിന്ദി ചെറുതായിട്ട് കേട്ടാൽ മനസ്സിലാവും, മറുപടി പറയും, ഇംഗ്ലീഷ് ചെറുതായി വായിക്കാനും എഴുതാനും അറിയാം. അതിനപ്പുറം കേരളത്തിലെ ഇപ്പോൾ സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ ഒരു മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഉള്ള സ്കൂൾ തന്നെയാണ്, എങ്കിലും അവിടെയാണ് ചേർക്കാൻ തീരുമാനിച്ചത്. അവിടെ എങ്ങനെ ഭാഷ കൈകാര്യം ചെയ്യും, അത്രത്തോളം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ തനിക്ക് ആസാമി ഭാഷ മാത്രം വെച്ച് എങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളല്ലോ ഒരു പക്ഷേ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം തിരിച്ച് അസമിൽ പോയി അവിടെ നിന്ന് പഠിക്കാമെന്നുള്ള ആലോചനയിലെല്ലാം എത്തിയത്. എന്തായാലും ഇനി നടപടിക്രമങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. ഇതിപ്പോൾ മലയാളി സമാജം പ്രവർത്തകരോട് മാത്രമാണ് ഇക്കാര്യം പറഞ്ഞത്. അതൊന്നും ഒരു മൊഴിയായി വാലിഡ് പോയിന്റായി, അതായത് അച്ഛനെയും അമ്മയുടെയും അടുത്തേക്ക് വിട്ടു കൊടുക്കാതിരിക്കാനുള്ള ഒരു വാലിഡ് പോയിന്റായി എടുക്കില്ല. ഇനി ഇവർ CWC കേരള പോലീസിലേക്ക് കൈമാറണമെങ്കിൽ ആദ്യം CWC അതിന് കുട്ടിയുടെ മൊഴിയെടുക്കും, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും, കോടതിയിൽ നിന്ന് വേണം ഹാൻഡ് ഓവർ ചെയ്യാൻ. സ്വാഭാവികമായി കോടതിയിൽ വേണമെങ്കിൽ കുട്ടിക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള കാര്യമെല്ലാം ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം കേരളത്തിലെത്തിയാലും കേരളത്തിലും CWCക്കാണ് ഇത് കുട്ടിയെ ഏറ്റെടുക്കാനുള്ള ചുമതല. അതിനുശേഷം കോടതി വഴിയായിരിക്കും മാതാപിതാക്കൾക്ക് കുട്ടിയെ വിട്ടു നൽകുക. അപ്പോഴും കുട്ടിക്ക് തൻ്റെ ആഗ്രഹം എവിടെയാണ് പോകേണ്ടത്, തനിക്ക് കേരളത്തിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, പഠിക്കാനുള്ള സൗകര്യം കൃത്യമായി ഒരുക്കി തന്നാൽ കേരളത്തിൽ നിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം
കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ കേരളത്തിലെത്തിയാലും കോടതി ചോദിക്കുമായിരിക്കും. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ എപ്പോൾ തിരുവനന്തപുരത്ത് കുട്ടിയെ എത്തിക്കാനാകൂ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അത് സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമുണ്ടാവുക. സുജയ. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ക്യുക്ക് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേർന്നത്.